1951 സെപ്റ്റംബർ 7 ആലപ്പുഴ ജില്ലയിലെ ചന്ദരൂർ എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിക്കുന്നത്. പക്ഷേ അദ്ദേഹം വളർന്നത് കോട്ടയം ജില്ലയിലെ ചെമ്പ് എന്ന സ്ഥലത്താണ്. ഇന്ന് ആ പേരൊരു ബ്രാൻഡാണ്. മലയാളികൾക്ക് വലിയൊരു വികാരം തന്നെയാണ് അദ്ദേഹം. കഷ്ടപ്പെടാതെ നമുക്ക് ഒരിക്കലും വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇന്ന് കാണുന്ന മമ്മൂട്ടിയാകുവാൻ അന്നത്തെ മുഹമ്മദ് കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മമ്മൂക്കയെ പറ്റിയാണ്. മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പനിപ്പറമ്പിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവനായുള്ള പേര്. പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷം അത് മമ്മൂട്ടി എന്ന് മാറ്റുകയായിരുന്നു. സിനിമ അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മഞ്ചേരിയിൽ 2 വർഷം അഭിഭാഷകനായി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സിനിമയോടുള്ള അഭിനിവേശം കാരണം സിനിമയിൽ തന്നെ വേരുറപ്പിച്ചു. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ഫിലിമിലാണ് മമ്മൂക്ക ആദ്യമായി അഭിനയിക്കുന്നത്. അന്നൊരു ചെറിയ റോളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. 3 പതിറ്റാണ്ടുകൾക്ക് മുകളിലായി അദ്ദേഹം അഭിനയ രംഗത്ത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം 3 തവണ നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മികച്ച നടനുള്ള കേരള ചലച്ചിത്ര പുരസ്കാര അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 തവണ ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ടെലിവിഷൻ രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മലയാളത്തിലെ പ്രമുഖ ചാനൽ ശൃംഖലയായ മലയാളം കമ്മ്യൂണിക്കേഷന്റെ രൂപീകരണം മുതൽ അദ്ദേഹം അതിന്റെ ചെയർമാനാണ്. കൈരളി, വി, പീപ്പിൾ എന്നീ ചാനലുകൾ മലയാളം കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ളതാണ്. കേരള സർക്കാരിന്റെ IT പ്രൊജക്റ്റായ അക്ഷയയുടെ ഗുഡ്വിൽ അംബാസഡറാണ് മമ്മൂട്ടി. ഇതുകൂടാതെ അർബുദ രോഗികളെ സഹായിക്കുന്ന പാലിയേറ്റീവ് ആൻഡ് കെയർ എന്ന സംഘടനയുടെ പെട്രൺ കൂടിയാണ് അദ്ദേഹം. പഠിക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹം കലാകായിക രംഗങ്ങളിൽ ശ്രദ്ധേയനായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തോട് കടന്നു വന്നത്. അത് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട്. 1980 മമ്മൂക്ക വിവാഹിതനാകുന്നത്. സുൽഫത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ആക്ടറായ ദുൽഖർ സൽമാൻ മകനാണ്.